ഇപ്പോൾ എബിയിലേക്ക് ഞാൻ തിരിച്ചെത്താം. കെ ബാബു ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ ബാബു, താങ്കൾക്ക് ഏറെ ആശ്വാസം നൽകുന്ന വിധി. എങ്ങനെയാണ് ഈ വിധിയോട്ടുള്ള ഒരു ആദ്യ പ്രതികരണം? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഘർഷം ഉണ്ടായ ഒരു കാര്യമാണ് മാനസികമായിട്ട് ഈ കേസ്. അപ്പൊ ആ കേസിൽ ഞങ്ങൾ സത്യം കോടതി കണ്ടെത്തി എന്നുള്ളതിൽ വലിയ ആശ്വാസമാണ്, വലിയ ആത്മവിശ്വാസം പകരുന്ന കോടതി വിധിയാണിത്. വളരെ വിചിത്രമായൊരു വിധിയാണെന്നൊക്കെയാണ് എം സ്വരാജിന്റെ ഒരു ആദ്യ പ്രതികരണമായി വന്നിട്ടുള്ളത്. അല്ല, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. വിചിത്രമായ ഒരു കേസായിരുന്നു ഇത് അവരുടെ ഭാഗത്തുനിന്ന്. കാരണം ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞങ്ങളുടെ മേലെ ആരോപിച്ച് ഒരു കേസ് കൃത്രിമമായിട്ട് ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ജനങ്ങളിൽ 100% വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇത്തരം കൃത്രിമ മാർഗങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, ഉപയോഗിച്ചിട്ടുമില്ല. ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്തത്തിലാണ് ഇങ്ങനെ ഒരു വിധി വരുന്നത്. എത്രത്തോളം UDF ആത്മവിശ്വാസം പകരുന്നതാണ് വിധി? ഇത് തീർച്ചയായിട്ടും UDF ആത്മവിശ്വാസം പകരുന്നതാണ് ഞങ്ങൾക്ക്. കാരണം CPM തെരഞ്ഞെടുപ്പിന്റെ നേരിട്ടുള്ളത് അല്ലെങ്കിലും ഒരടി കിട്ടിയല്ലോ. അത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നൊരു കാര്യം. ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ മറ്റ് നിയമ നടപടികളിലേക്ക് എതിർപക്ഷം പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഏത് കോടതിയിലെത്തിയാലും ഇതിനെ നേരിടാമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? അല്ല, ഇനിയിപ്പോ സുപ്രീം കോടതിയിലാണ്. സുപ്രീം കോടതിയിൽ LDF പോകുമ്പോൾ ഇപ്പോ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി പറഞ്ഞതായിട്ട് മാധ്യമപ്രവർത്തകർ പറഞ്ഞു. എനിക്ക് നേരെ അറിഞ്ഞുകൂടാ. അവർ പോയാൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യേണ്ടി വരും, ഫേസ് ചെയ്യുകയും ചെയ്യും. ഞങ്ങൾക്ക് ആ കേസിനെ കുറിച്ചും നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്യാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ എന്തൊക്കെ വാദമുകൾ ഉന്നയിച്ചായിരുന്നു കോടതിയിൽ താങ്കളുടെ ഒരു പ്രതിരോധം? അല്ല, ഞങ്ങളിങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയായിരുന്നു. എനിക്ക് ഒരുപാട് കോൾ വരുന്നു, പ്ലീസ്. ശരി, ശ്രീ കെ ബാബുവാണ് പ്രതികരിച്ചത്. വിധിയിൽ വളരെയധികം ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന മുഹൂർത്തത്തിൽ UDF ഏറെ ആത്മവിശ്വാസം നൽകുന്ന ഒരു വിധിയെന്നുകൂടി കെ ബാബു പ്രതികരിക്കും.